2 പേന, ഒരേ കമ്പനി, ഒരേ നിറം, ഒരേ വില, 5 രൂപ. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ 5 രൂപയുടെ പേന 8 രൂപയ്ക്ക് വാങ്ങുമോ? വാങ്ങില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ കുറച്ച് KSRTC ബസ്സുകൾ വാങ്ങി വലിയ വിലയ്ക്ക്. KL 15A 2977 കാട്ടാക്കടയിൽ നിന്നും സുൽത്താൻ ബത്തേരി ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് വണ്ടി വാങ്ങിയത് 2025 നവംബർ 20-ന്. ഈ ശ്രേണിയിലുള്ള ബസ്സുകൾ വാങ്ങിയതിലാണ് വൻ ക്രമക്കേട്. നവംബർ 21-ന് 29,82,15 രൂപയ്ക്ക് 8 ബസ്സുകൾ വാങ്ങി. അന്ന് തന്നെ ഈ മോഡലിലെ 5 ബസ്സുകൾ 2,07,422 രൂപ വില കുറവിലും വാങ്ങിയിട്ടുണ്ട്. ഉയർന്ന വിലയ്ക്ക് ബസ് വാങ്ങിയതിലൂടെ 16 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് നടന്നത്. മോഡൽ 1, ഡീലർ 1, 2 വില. കണക്കിലെ കള്ളക്കളികൾ പിന്നെയുമുണ്ട്. 2025 നവംബറിലും ഡിസംബറിലും ഇതേ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 8 ബസ്സുകൾ വില കുറച്ചു വാങ്ങി. 16 ബസ്സുകൾ 2-3 ലക്ഷം രൂപ അധികം നൽകിയാണ് വാങ്ങിയത്. ഡിസംബർ 13-ന് ഒരേ മോഡൽ ബസ്സുകൾ 27 ലക്ഷത്തിനും 30 ലക്ഷത്തിനും വാങ്ങിയിട്ടുണ്ട്. ടാറ്റയുടെ 181 ബസ്സുകളിലെ കണക്കിലാണ് പൊരുത്തക്കേടുകൾ. 2026 ഫെബ്രുവരി വരെ നടത്തിയ പർച്ചേസിൽ ഇത്തരം ക്രമക്കേടുകൾ നിരന്തരം പ്രകടമാണ്. KSRTC ബസ്സുകളുടെ പർച്ചേസിൽ വമ്പൻ അഴിമതി ഉണ്ടെന്ന പരാതികൾ മുമ്പും ഉയർന്നിട്ടുണ്ട്. പക്ഷെ അന്വേഷണമൊന്നും നടന്നിട്ടില്ല. 27,74,593 രൂപയ്ക്ക് വാങ്ങിയത് 14 വണ്ടികൾ, 27,96,718 രൂപയ്ക്ക് 30 ബസ്സുകൾ, 29,54,000-ും 30,83,000 ബസ്സുകളുമാണ് വാങ്ങിയത്. 4 കോടിക്ക് മുകളിലുണ്ട് ക്രമക്കേട്. വെറുതെ ഒന്ന് ഓൺലൈനിൽ നോക്കിയാൽ 29 ലക്ഷം രൂപയാണ് ബസ്സിന്റെ വില. KSRTCയെ പോലെ വമ്പൻ പർച്ചേസ് നടത്തുന്നവർക്ക് ഇളവുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, അതുറപ്പാണ്. അതിവിടെ ഉണ്ടാകാത്തതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര തുടങ്ങുകയാണ്. ഒരു മാസം 100 കോടി രൂപയാണ് സർക്കാരിനുള്ള അധിക ബാധ്യത. പണം ചോരുന്ന വഴികൾ അടച്ചാൽ ആ പണം കീശയിൽ കിടക്കും. ഇല്ലെങ്കിൽ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമേ KSRTCക്ക് ബാക്കിയുണ്ടാവുകയുള്ളൂ. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇങ്ങനെയൊക്കെ ക്രമക്കേടുകൾ നടന്നിട്ട് അതിലൊരു അന്വേഷണമോ ഓഡിറ്റോ ഒന്നും കൃത്യമായി നടന്നിട്ടില്ല എന്നതാണ് മാതൃഭൂമി ന്യൂസിന്റെ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. നമ്മൾ 15 മുതൽ വലിയ ആഘോഷപൂർവ്വം തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തുടങ്ങുന്നു. അതിനൊക്കെ വലിയ തോതിൽ പണം വേണം. പക്ഷേ ഉള്ള പണം ചോർത്താൻ കുറേ ആളുകൾ ഉണ്ട് എന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ വില വ്യത്യാസങ്ങളിൽ അങ്ങ് ഇട്ടാൽ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. ഈ തട്ടിപ്പൊക്കെ വളരെ സുഗമമായി അങ്ങ് നടന്നു പോകുമെന്ന് കരുതിയ ചില വിരുദ്ധന്മാർ ഒപ്പിച്ച പണിയാണ്. അതിപ്പോൾ KSRTCയിലെ ഈ പർച്ചേസുമായി ബന്ധപ്പെട്ട് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ, ഈ ഡീലർഷിപ്പിലെ പ്രധാനപ്പെട്ട ആളുകൾ, അവരൊക്കെ ചേർന്നുള്ള ഒരു സഖ്യമായിരിക്കുമല്ലോ. ഇത് പല കീശയിലേക്ക് പോകാനുള്ള പണമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഇപ്പോഴായിരിക്കില്ല, എത്രയോ കാലങ്ങളായി നടക്കുന്നുണ്ടാകും. ഇപ്പോൾ നമ്മൾ ഈ കണ്ടെത്തിയത് തന്നെ ഈ സമീപകാലത്ത് എത്ര തവണ നടന്നിട്ടുണ്ടാകും? ഏതായാലും 181 ബസ്സുകളുടെ ഒരു പരിശോധനയിൽ ഇത്രയും ക്രമക്കേടുകളാണ് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഏതായാലും 500 ബസ്സുകൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് KSRTC വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ മാത്രമേ എത്രത്തോളം പണം നഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ ക്രമക്കേട് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യമാവുകയുള്ളൂ. അതായത് ടാറ്റ കമ്പനിയുമായി നടത്തിയ ഡീലിങ്ങിൽ മാത്രമാണ് ഇത്രയധികം വലിയ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത്. ഇനി ഏതായാലും വിശദമായ ഒരു അന്വേഷണം മറ്റ് പലതിലേക്കുമെല്ലാം പോകേണ്ടതുണ്ട്. ഏറെ ഗൗരവകരമായിട്ടുള്ള കാര്യം, ഒരു ദിവസം തന്നെ ഏതായാലും ഇത് ഈ ബസ് എന്ന് പറയുന്നത് സ്വർണ്ണമോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന് വില കൂടുന്നത് പോലെ പെട്രോളിന് വില കൂടുന്ന സംഭവമൊന്നും അല്ലല്ലോ. ഒരു ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വില മാറി മറിയാം. അത് 3-4 ലക്ഷം രൂപ ഒറ്റയടിക്ക് കൂടാനും കുറയാനും ഒന്നും ഒരു സാധ്യതയുമില്ല. ഈ ബസ് ഒരേ സമയത്ത് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചേസസ് ഒരേ സമയം നിർമ്മിക്കുന്നതാണ്, അത് അവരുടെ യാർഡിൽ ഒരേ സമയത്ത് കൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇതിൻ്റെ വില ഇത്രത്തോളം കൂടുന്നതിന് യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വിഷയം പർച്ചേസിൽ ഉണ്ടായതെന്നത് സമഗ്രമായി തന്നെ അന്വേഷിക്കേണ്ടതാണ്. നേരത്തെയും INTUCയുടെ ഭാഗമായിട്ടുള്ള TDF ഈ പർച്ചേസിങ്ങിലെ അഴിമതി ഉണ്ട് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അവർ വിജിലൻസ് അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അനുകൂലമായൊരു നടപടി കഴിഞ്ഞ സർക്കാരിൻ്റെ ഒന്നും കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇനി ഏതായാലും പുതിയ സർക്കാർ വന്നതോടുകൂടി ഇത്തരം വിഷയങ്ങൾ കൂടി പരിഗണിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം ഈ ബസ്സുമായി ബന്ധപ്പെട്ട് 1-2 രൂപയല്ല, 4 കോടിയോളം രൂപയാണ് ഇത്രയധികം ബസ്സുകളിൽ നിന്ന് തന്നെ തട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ
സമഗ്രമായ ഒരു അന്വേഷണം അക്കാര്യത്തിലെല്ലാം തന്നെ വേണം. ഒരു ദിവസം, അതായത് നവംബർ മാസത്തിൽ പല ദിവസങ്ങളായി ഈ ബസ് പർച്ചേസ് ചെയ്യുന്നു. ആ ബസ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പല ദിവസവും പല റേറ്റാണ്. ചെറിയ പൈസയ്ക്ക് ഒരു 5-6 ബസ് വാങ്ങും. അതിനുശേഷം അതേ ദിവസം തന്നെ 3-4 ലക്ഷം രൂപ അധികം നൽകിക്കൊണ്ട് 16-20 ബസ്സുകൾ വാങ്ങിക്കൂട്ടും. ഇതാണ് നിലവിൽ ഈ KSRTC നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നമ്മൾ KSRTCയുടെ CMD അടക്കം ചോദിച്ചിരുന്നു. പക്ഷേ ഒരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അവരെ ഫോണിൽ കിട്ടിയിട്ടില്ല. ഇനി ഏതായാലും KSRTCയുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണവും വരേണ്ടതുണ്ട്. സമഗ്രമായ അന്വേഷണം മാത്രമാണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇത് മാത്രമല്ല. ഇപ്പോൾ സ്റ്റെഫിനിലെ ഈ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലെ സീലിംഗ് അടർന്നു വീണ വാർത്തയാണ് രാഹുൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ആ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അറിയാം. ബസ് മര്യാദയ്ക്ക് തിരിക്കാൻ പോലും കഴിയാത്ത വിധം ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ട് എത്ര കോടികളുടെ നഷ്ടമാണ് വരുത്തി വെച്ചതെന്ന് അറിയാം. ഇതൊക്കെ പൊതുപണമാണ് ഇങ്ങനെ ഇല്ലാതാക്കി കളയുന്നത്. അപ്പോൾ അതുപോലെയാണ് അങ്ങനെ എത്രയോ കെട്ടിടങ്ങൾ. ഇപ്പോൾ തമ്പാനൂരത്തെ KSRTCയുടെ ആ വലിയ കെട്ടിടം പോലും ശരിക്കും അത് പണിത് വെച്ച പോലെ യഥാർത്ഥ നിലയിൽ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഇപ്പോഴും അത് പലയിടങ്ങളിലും മോശമായി കിടക്കുന്നു. വേണ്ടത്ര വരുമാനം കിട്ടുന്ന വിധത്തിലേക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പലയിടങ്ങളിലെയും ഇത്തരം വലിയ കെട്ടിടങ്ങൾ. അപ്പോൾ അതിലൊക്കെ അഴിമതിയുടെ പല പല കൈകളുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഷെഫിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഈ ബസ് വാങ്ങലിലെ കള്ളക്കളികൾ, ഈ KSRTCയുടെ സ്വത്തുവകൾ എന്തോരമുണ്ട്, എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതോ അതൊക്കെ വെച്ച് പലരും നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ഇനി പുതിയ സർക്കാരിൻ്റെ കാലത്ത് പുതിയ മന്ത്രിയുടെ കീഴിലെങ്കിലും ഒരു അന്വേഷണമോ തിരുത്തലോ ഉണ്ടാകുമോ? അത് പ്രധാനമാണ്. ഇന്നേതായാലും 11:30 മണിക്ക് ഗതാഗത മന്ത്രി CP ജോണിന്റെ വാർത്താ സമ്മേളനമുണ്ട്. അക്കാര്യത്തിൽ ആ സമയത്ത് ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് പുതിയ സർക്കാർ ഈ KSRTCയെ കരകയറ്റാനുള്ള പോംവഴിയെന്നും അറിയേണ്ടതുണ്ട്. തിങ്കളാഴ്ച മുതൽ ഇനി സൗജന്യ യാത്ര തുടങ്ങുകയാണ്. ഓരോ മാസവും 100 കോടിയോളം രൂപ അധികമായി കണ്ടെത്തേണ്ട അവസ്ഥയുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ 30 ഓർഡിനറി സർവീസുകൾ മാത്രമേ ഉള്ളൂ. ആകെ 300 ചില്ലുവാനം ഷെഡ്യൂളുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ. പ്രത്യേകിച്ചും സിറ്റിയിലും പേരൂർക്കട, പാപ്പനംകോട്, വികാസ് ഭവൻ തുടങ്ങിയ എല്ലാ ഡിപ്പോകളിലുമായി 346 സർവീസ് മറ്റോ ഉണ്ട്. അതിൽ 30 എണ്ണം മാത്രമേ ഓർഡിനറി ഉള്ളൂ. അങ്ങനെ ഈ സൗജന്യ യാത്ര പ്രതീക്ഷിച്ച് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കൂടുതൽ ആളുകൾ, സ്ത്രീകളൊക്കെ KSRTC ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത്രയധികം പരിമിതമായ സർവീസുകൾ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ബസ് സ്റ്റാൻഡുകളുടെ അവസ്ഥ. അതും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ തന്നെ വാർത്ത നൽകിയതാണ്. ഈ പലപ്പോഴും ആളുകൾ, ജീവനക്കാർ കഴിയുന്ന സ്ഥലം, അവരുടെ സ്റ്റേ റൂമുകൾ, അതിൻ്റെ അവസ്ഥ. തിരുവനന്തപുരത്തെ സെൻട്രൽ ഡിപ്പോ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ ബഹുനില കെട്ടിടമാണ്. പക്ഷേ അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആ കെട്ടിടം പലതും വാടകയ്ക്ക് കൊടുക്കാനൊക്കെയായിരുന്നു ഉദ്ദേശം. അതും ഇപ്പോൾ പലതും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പാർക്കിംഗ് സൗകര്യം. ശരിയാണ് സ്റ്റെഫിൻ, ഒരു വലിയ കൊള്ള ഇത് പല വിധത്തിൽ ബസ്സിൻ്റെ കെട്ടിടത്തിൻ്റെ ഒക്കെ മറവിൽ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും പുതിയ സംവിധാനങ്ങളെങ്കിൽ അതൊക്കെ ഒന്ന് പൊളിച്ചെഴുതാനും നന്നാക്കാനും KSRTCയെ ലാഭമില്ലെങ്കിലും വലിയ നഷ്ടമില്ലാത്തൊരു സംവിധാനമാക്കി വളർത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നതാണ് കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം ആനവണ്ടിയോട് നമുക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ.